ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടാലോ? യൂട്യൂബ് തംബ്നെയിൽ ഡിസൈൻ ചെയ്യുന്നത്. നമ്മള് സ്ക്രീനിലേക്ക് വരികയാണ്. ഗൂഗിൾ സെർച്ച് എടുത്തിട്ട് ഹോം ക്യാൻവ എടുക്കുക. ക്യാൻവ ഞാൻ നേരത്തെ ഇവിടെ എടുത്തു വെച്ചത് കൊണ്ട് നമ്മളെ സിസ്റ്റത്തിലുള്ള ഏത് ഇമെയിലാണോ ഉപയോഗിച്ചിട്ട് ആ ഇമെയിൽ അനുസരിച്ച് അത് സൈൻ ഇൻ ചെയ്തു വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഈ നേരത്തെ തന്നെ ആവശ്യമുള്ള സംഗതികളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതുണ്ടാവും. അവിടെ വന്നിട്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ തംബ്നെയിൽ എടുക്കുന്ന സമയം കുറെ മോഡലുകൾ ഇവിടെ ഉണ്ടാകും. ഇഷ്ടമുള്ള മോഡലുകൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് അവിടെ ഡിസൈൻ ചെയ്യാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നെടുത്ത് എടുക്കുന്ന സമയത്ത് ഈ സിമ്പൽ ശ്രദ്ധിക്കുക. അതായത് ചിലയിടത്ത് ഈ ഒരു പെയ്ഡ് ഉള്ളതാണ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതിലൊന്നും പെയ്ഡ് ഇല്ല. പെയ്ഡ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇപ്പൊ ഒന്നെടുത്തു. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് പെയ്ഡ് ഉള്ളതാണ്. ഈ പെയ്ഡ് ഉള്ളതിൽ മിക്കവാറും ഈ ചിഹ്നം വരുന്നതായിരിക്കും. അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കിയാൽ പെയ്ഡ് ഉള്ളതാണോ അല്ലെന്ന് അറിയാൻ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ പെയ്ഡിന്റെ ഇത് കാണിക്കും. ഇപ്പൊ ഡൗൺലോഡ് ചെയ്യുന്നത് ഇതില്ല. അത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ കളഞ്ഞ അതെടുത്ത് കളയാതെ നോക്കുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പെയ്ഡ് ചോദിക്കും. അപ്പോ ഇത് കളഞ്ഞാൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് എടുക്കുന്ന സമയത്ത് നേരെ ഡൗൺലോഡ് ആയി. ഇനി നമ്മൾ സിസ്റ്റത്തിൽ പോയാൽ അതവിടെ നമുക്ക് കാണാൻ പറ്റും. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമുക്ക് അത് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ഡിസൈൻ ചെയ്യുന്ന രൂപം. നേരത്തെ ഉള്ള ഈ ഫോട്ടോന് പകരം നമുക്കൊരു ഫോട്ടോ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ അപ്ലോഡ് എടുത്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫയലിലേക്ക് വന്ന് നമ്മളെ സിസ്റ്റത്തിലേക്ക് പോകും. സിസ്റ്റത്തിൽ നേരത്തെ ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ, ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഈ ഫോട്ടോ കൊടുക്കാം. ആ ഫോട്ടോ ഇവിടെ വന്നു, കാൻവയിൽ വന്നു, കാൻവയിൽ എടുത്ത് ഇവിടെ കൊടുക്കണം. ഇനി ഇത് തന്നെ നമുക്കൊരു ഫ്രെയിമിലോ മറ്റോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കളഞ്ഞതിന് ശേഷം ഇവിടെ എലമെന്റ്സിൽ വന്നിട്ട് എലമെന്റ്സിൽ നിന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രേപ്സ് എടുക്കുക. ഫ്രെയിം എടുത്താൽ മതി. ഈ ഫ്രെയിം എടുത്തിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഫ്രെയിം എടുക്കാം. ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ട്. ഫ്രെയിം എടുത്തതിന് ശേഷം നമ്മൾ അപ്ലോഡിൽ നമ്മളിപ്പോ കൊണ്ടുവന്ന സാധനം ഇവിടെ എടുത്തു കൊണ്ടുവന്ന് ഇതിൽ വെച്ചു കൊടുത്താൽ ഇങ്ങനെ കാണാം. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യൂ പോലെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹാപ്പി സോൺ ആയഞ്ചേരി നമുക്ക് ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാം. ഇതിന്റെ കളറൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ മാറ്റണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കളർ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് വരാം. ഏതാണോ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ കളറിലേക്ക് വരാം. നമ്മളിങ്ങനെ ഒന്ന് കൊടുത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന്റെ കളറ് ഇവിടെയൊക്കെ എല്ലാം വേണമെങ്കിൽ മാറ്റാം. ഇതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം.
ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മള് ഒരു യൂട്യൂബിൽ നമുക്കൊരു നേരത്തെ ചെയ്തൊരു വീഡിയോ അതിന്റെ തംബ്നെയിൽ മാറ്റി കൊടുക്കണം എന്ന് ചിന്തിക്കുകയാണ്. നമ്മളെ എടുത്തു നമ്മളെ ചാനൽ എടുത്തു, ആ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പൊ തൽക്കാലം ഞാൻ ഇതൊന്ന് മാറ്റി കാണിക്കുന്നു. ഇതിൽ എഡിറ്റ് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ഈ സെഷനിൽ വന്ന് തംബ്നെയിൽ എന്നുള്ള സെഷനിൽ വന്ന് ഇവിടെ ചേഞ്ച് കൊടുത്താൽ നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ഡൗൺലോഡ്സിൽ ഇത് ഉണ്ടാകും. ഇവിടെ ഡൗൺലോഡ്സിൽ ഹാപ്പി സോൺ ആയഞ്ചേരി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വന്നു സേവ് കൊടുത്താൽ നമുക്ക് കാണാം. ഇവിടെ അത് വന്നു, അതിന്റെ തംബ്നെയിൽ മാറി. ഇങ്ങനെ നമുക്ക് തംബ്നെയിൽ ഡിസൈൻ ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇഷ്ടംപോലെ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വേർഡ് ഫയലിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഇത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം, ഇപ്പൊ ഞാനിപ്പോ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ആ ടൈപ്പ് ചെയ്തത് സ്ക്രീൻ ഇത് ചെയ്യുന്ന സ്റ്റിപ്പ് നോൾ ഉണ്ടാവും. ആ സ്റ്റിപ്പ് നോൾ എടുത്തിട്ട് നമുക്കത് സ്ക്രീൻ ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ക്രീന് നേരെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഡൗൺലോഡ്സിലേക്ക് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് വീണ്ടും നമുക്ക് ഡിസൈനിങ്ങിൽ ഇത് ചെയ്യാം. ഉദാഹരണം, ഇതിന്റെ തന്നെ മറ്റൊരു പേജ് എടുത്ത് ആ പേജിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. നേരെ അവിടെ ചെയ്തു വെച്ച ആ ഇത് സ്ക്രീനിൽ ചെന്ന് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി ഇത് മാക്സിമം വലുതാക്കി ഇവിടെ തന്നെ ഈ പിക്ചർ നമുക്ക് കട്ട് ചെയ്ത് ഈ ഭാഗം മാത്രം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എഡിറ്റ് ഫോട്ടോയിൽ വന്നതിന് ശേഷം ഇവിടെ ക്രോപ്പ് എടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഭാഗമാണോ ആ ഭാഗം മാത്രം കട്ട് ചെയ്യാം. എന്നിട്ട് ഡൺ ചെയ്താൽ ഇത് വന്നു. ഇനി ഇത് മാക്സിമം വലുതാക്കി കൊടുക്കും. അങ്ങനെ കൊടുത്തു, ബാക്കി ഇത് തന്നെ കൊടുത്തു. എന്റെ ബാക്കി ഒന്നുകൂടെ കട്ട് ചെയ്യാണ്. പശുവിന് ഹർവരി വേണ്ടല്ലോ. ഇനി ഇവിടെ ഈ ബാക്കിയുള്ള കളർ നമുക്ക് യോജിച്ച കളർ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി അതെല്ലാം മറ്റു കളർ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതേ സെയിം കളറിനെ കൊടുക്കണമെങ്കിൽ ഇവിടെ കാണാം. അത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയും ഇത് ചെയ്യാവുന്നതാണ്. തൽക്കാലം നമുക്ക് ഒരു തംബ്നെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ മാറ്റാം എന്നതാണ്